കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള നാടാണ് ഗുരുവായൂർ. ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളും ഒരുമനയൂർ, പുന്നയൂർ, പുന്നിയൂർകുളം, കടപ്പുറം, ഏങ്ങണ്ടിയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം. തെരഞ്ഞെടുപ്പ് ചരിത്രം പരതിയാൽ മുസ്ലിം ലീഗിന് വ്യക്തമായ മുൻതൂക്കമുള്ള മണ്ഡലം. എന്നാൽ 2 പതിറ്റാണ്ടായി ഗുരുവായൂർ ജനതയുടെ അംഗീകാരം ഇടതുപക്ഷത്തിനാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പിളർപ്പുമൊക്കെ പ്രതിഫലിച്ച രാഷ്ട്രീയ ഭൂമിക കൂടിയാണ് ഗുരുവായൂർ. 1957 ഐക്യ കേരളത്തിൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്രണ്ണൻ കോളേജിലെ അധ്യാപകനായിരുന്ന PK കോരു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ച 5 സ്വതന്ത്രന്മാരിൽ ഒരാളായിരുന്ന കോരു മാസ്റ്റർ കോൺഗ്രസിലെ MP അബൂബക്കറിനെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. പിന്നീട് 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച KG കരുണാകര മേനോൻ ഗുരുവായൂരിന്റെ MLA ആയി. CPIയുടെ K ദാമോദരനെയായിരുന്നു കരുണാകര മേനോൻ പരാജയപ്പെടുത്തിയത്. 1965 സ്വതന്ത്രനായി മത്സരിച്ച PK അബ്ദുൾ മജീദ് വിജയിച്ചു. MV അബൂബക്കറിനെയായിരുന്നു തോൽപ്പിച്ചത്. എന്നാൽ ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്നതിനാൽ നിയമസഭ പിരിച്ചുവിട്ടതോടെ PK അബ്ദുൾ മജീദിന് MLA ആകാൻ കഴിഞ്ഞില്ല. 1967 CPM നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ BV സീതി തങ്ങൾ ഗുരുവായൂരിൽ വിജയിച്ചു. കോൺഗ്രസിന്റെ കൊച്ചുണ്ണിയായിരുന്നു എതിരാളി. 1970 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഫാദർ വടക്കന്റെ കർഷക തൊഴിലാളി പാർട്ടിയുടെ വർക്കി വടക്കനായിരുന്നു. ഫാദർ വടക്കന്റെ സഹോദരൻ കൂടിയായിരുന്ന വർക്കി വടക്കൻ CPI, കോൺഗ്രസ്, ലീഗ് സഖ്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച BV സീതി തങ്ങളെയായിരുന്നു പരാജയപ്പെടുത്തിയത്. 1977 മുതൽ ഗുരുവായൂർ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായി മാറി. ആ വർഷം BV സീതി തങ്ങൾ വിജയിച്ചു. മുസ്ലിം ലീഗ് വിമതപക്ഷത്തു നിന്നും മത്സരിച്ച VM സുലൈമാനായിരുന്നു എതിരാളി. 1980 CPMലെ CK കുമാരനെ തോൽപ്പിച്ച BV സീതി തങ്ങൾ ഗുരുവായൂരിൽ വിജയം തുടർന്നു. 1982 നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ തന്നെ PKK ബാവയായിരുന്നു ഗുരുവായൂരിൽ നിന്നും വിജയിയായത്. 1987 PK ബാവ തുടർച്ചയായ 2ാം വിജയം നേടി. 82 VK ഗോപിനാഥനും 87 PC ഹമീദ് ഹാജിയുമായിരുന്നു പരാജയപ്പെട്ടത്. 1991 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ PM അബൂബക്കർ വിജയിച്ചു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KK കമ്മുവായിരുന്നു എതിരാളി. 1992 ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് PM അബൂബക്കർ മുസ്ലിം ലീഗ് വിട്ടതോടൊപ്പം MLA സ്ഥാനവും രാജിവെച്ചു. ഇതോടെ 1994 ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തെരഞ്ഞെടുപ്പിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദായിരുന്നു വിജയിച്ചത്. മുസ്ലിം ലീഗിനു വേണ്ടി അബ്ദുൾ സമദ് സമദാനിയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തുടർന്ന് 1996 നടന്ന തെരഞ്ഞെടുപ്പിലും PT കുഞ്ഞുമുഹമ്മദ് വിജയിയായി. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച RP മൊയ്തുട്ടി പരാജയപ്പെട്ടു. 2001 PT കുഞ്ഞുമുഹമ്മദിനെ തോൽപ്പിച്ച PKK ബാവ മണ്ഡലം മുസ്ലിം ലീഗിന് അനുകൂലമാക്കി. എന്നാൽ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും മുസ്ലിം ലീഗിന് ഗുരുവായൂരിൽ പച്ച തൊടാനായില്ല. 2006 2011 2016 ഗുരുവായൂരിൽ നിന്നും വിജയിച്ച KV അബ്ദുൽ ഖാദർ ഹാട്രിക് നേട്ടം കൊയ്തു. 2006 CH റഷീദും 2011 അഷ്റഫ് കോക്കൂരും 2016 PM സാദിഖ് അലിയും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ KNA ഖാദറിനെ തോൽപ്പിച്ച NK അക്ബർ ഗുരുവായൂർ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.